പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. പക്ഷേ എല്ലാവർക്കും നല്ല പ്രഭാതമാണെങ്കിലും വീണ ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസമല്ല. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇ ഡി അന്വേഷണം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഹവാല കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് ഫെമ ചട്ടലംഘനവും വ്യാജ സിം കാർഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് നിൽക്കുകയാണ്. എന്തായാലും ഇഡിയുടെ പരിശോധനയിൽ കൂടുതൽ കുരുക്കുമുറുക്കുകയാണോ വീണ ടിക്ക് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും നിലവിൽ നിൽക്കുന്നുണ്ട്. ശക്തമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇഡിയുടെ നീക്കങ്ങളും. കറുവാറ്റയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 അൺസുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനുള്ള ഘട്ടത്തിലേക്കും നീങ്ങുന്നു, കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഘട്ടത്തിലേക്കും നീങ്ങുന്നു. വിശദമായി എല്ലാ വാർത്തകളിലേക്കും നോക്കാം. തലക്കെട്ടുകളിലേക്ക് ആദ്യം. വീണ ടിയുടെ സാമ്പത്തിക ഇടപാടിൽ ഫെമ ചട്ടലംഘനവും പരിശോധിക്കും. ദുബായിൽ 85 ലക്ഷം അയച്ചതിൽ അന്വേഷണം. വ്യാജ സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയോ എന്ന് പരിശോധിക്കും. കരുവാറ്റയിലെ കൗമാരക്കാരുടെ കൊട്ടേഷൻ കൊലപാതകത്തിൽ വ്യക്തത വരുത്താൻ കൂടുതൽ അന്വേഷണം. പ്രതികളായ കൗമാരക്കാരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. 13 വയസ്സുകാരിക്ക് കൗൺസിലിംഗ് നൽകും. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ സംസ്കാരമെന്ന്. മുട്ടൽ മരമുറി കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജി പരിഗണിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസും ഇന്ന് പരിഗണനയ്ക്ക്. കേസ് റദ്ദാക്കണമെന്ന് ആർ ചന്ദ്രശേഖരനും രതീഷും. ADGP S ശ്രീജിത്ത് അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ ആഭ്യന്തര സെക്രട്ടറി ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ചു ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമാണെന്ന് വ്യക്തമാക്കി ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. റിസർവ് ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവയും പ്രപ്പോസലിനൊപ്പം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പുതിയ ഓഫീസിലേക്ക് മാറാനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ തീരുമാനം വിവാദത്തിൽ. ടെൻഡറിൽ അഴിമതി നടന്നെന്ന് BJP ആരോപണം. 5.54 കോടി രൂപയ്ക്ക് വിളിച്ച ടെൻഡറിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണം TVK തള്ളി. മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങൾക്കിടെ സ്പോൺസർമാർ GST ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് ധനവകുപ്പ്. വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുന്നു. അന്വേഷണം ഇഡിക്ക് കൈമാറുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വൈകാതെ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസൺ ഇന്ന് തുടക്കം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. മത്സരത്തിന് സജ്ജമായ 6 ടീമുകൾ. ഓണച്ചിത്രങ്ങളുടെ റിലീസിന് ഇന്ന് തുടക്കം. ആദ്യം എത്തുന്നത് ഖലീഫ. കവിതാ തിയേറ്ററിൽ ചിത്രം കാണാൻ നായകൻ പൃഥ്വിരാജ് എത്തും. മോഹൻലാലിന്റെ ക്യാമിയോ ഉൾപ്പെടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആരാധകർ. മാസപ്പടി കേസിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് ഫെമ ചട്ടലംഘനത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങുകയാണോ എന്ന് വിശദമായി പരിശോധിക്കാം. എല്ലാവർക്കും രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതും ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വീണ ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പിണറായി വിജയന്റെ മകൾ ടി വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനമുണ്ടോ എന്ന് അന്വേഷിച്ച് ED. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിലാണ് അന്വേഷണം. മറ്റൊരാളുടെ പേരിലെ സിം ഉപയോഗിച്ചതിലും അന്വേഷണം നടക്കുന്നു. ഡാനി പോളിന്റെ വിശദാംശങ്ങളുമായി. ഡാനി,
എക്സാലോജിക് CMRL മാസപ്പടിയിൽ നിന്ന് ഹവാലയും ഫെമ ചട്ടലംഘനത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. റിയാസിനും കുരുക്കുമുറുകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ED ശക്തമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. രണ്ട് കാര്യങ്ങളാണോ പ്രധാനമായി? ഈ 85 ലക്ഷം രൂപ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ദിർഹമായിട്ട് അയച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും, രണ്ട്, ഈ വ്യാജ സിം കാർഡുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ. വീണയുടെ ഡയറിയിൽ നിന്നും EDക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ഹരി, ഇതിൽ തുടക്കത്തിലൊരു മാസപ്പടി കേസ്, അതിൽ ജോലി ചെയ്യാതെ തന്നെ പണം ലഭിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിലനിന്നുകൊണ്ടാണ്, അങ്ങനെയുള്ള ഒരു ആക്ഷേപങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ കേസ് തുടങ്ങുന്നത് തന്നെ. പലപ്പോഴും ഇതൊരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിലെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇന്നലെ വരെ ആ രീതിയിൽ തന്നെ പോയിരുന്നെങ്കിൽ ഇന്നലെ ഈ പരിശോധനകൾക്ക് ശേഷം, EDയുടെ തുടർച്ചയായ പരിശോധനകൾക്ക് ശേഷം വന്ന വാർത്താക്കുറിപ്പ് ആ മാനങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുകയാണ്. കാരണം ഇതൊരു പുതിയ തലത്തിലേക്ക് ഈ കേസ് മാറുന്നു എന്നതാണ്. അത് ഞെട്ടലോടുകൂടിയാണ് കേരളം കാണുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന കേസിൻ്റെ ആ രീതിയിലുള്ള ആ ഒരു വ്യാപ്തിയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ വിശാലതയിലേക്ക് നിരവധിയായ ഒരു അഴിമതിയുടെ, ചട്ടലംഘനങ്ങളുടെ, കുറ്റകൃത്യങ്ങളുടെ ഒരു പരപ്പിലേക്ക് ഈ കേസ് വന്നിരിക്കുന്നു എന്നതാണ് EDയുടെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് വീണ ടിക്ക് ആണ് ഇത് പ്രധാനമായും തന്നെ ഇതിലൊരു പങ്ക്. അവരൊരു കുറ്റാരോപിതയായി ഈ കേസിന് നടുവിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ഇതിൽ 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാട് നടന്നിരിക്കുന്നു. പ്രാഥമികമായ അനുമാനവും പ്രാഥമികമായ കണ്ടെത്തലുമാണ് ഇതിൽ ED നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇവരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിലടക്കം ഇവരുടെ ഡയറി അടക്കം കണ്ടെത്തിയിരുന്നു. അതിൽ 20.5 കോടി രൂപയുടെ ഇടപാടുകൾ, അത് സംബന്ധിയായ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന 2.78 കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിനേക്കാളും അപ്പുറത്തേക്ക് ഈ കേസ് മാറിയിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും തന്നെയും പാലിക്കാതെ തന്നെയും ഹവാല ഇടപാട് വഴി ഈ പണം വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു എന്നതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരാളുടെ പേരിൽ സിം എടുത്തിട്ടുണ്ട്. അതായത് നെറ്റ് കണക്ഷനും ഇൻ്റർനെറ്റ് കോളിന് വേണ്ടിയാണ് എന്നതാണ് EDയുടെ അനുമാനം. അതടക്കം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയടക്കം. പക്ഷേ EDയുടെ ഒരു പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് വ്യാജ ഒരു സിം കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റർനെറ്റ് കോളിനടക്കം വേണ്ടിയാണ്, പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേരിലുള്ള ഒരു സിം കാർഡ് തന്നെയാണ്, അത് ഇവർ ഉപയോഗിച്ചത് തന്നെയാണ് എന്ന രീതിയിലാണ് EDയുടെ ഇതുവരെയുള്ള അന്വേഷണങ്ങളുടെ ഒരു റിപ്പോർട്ടായിട്ട് അവർ പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നു എന്നത് ഗുരുതരമായ, വളരെ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നിരവധിയായ ഡിജിറ്റൽ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ വിശദാംശങ്ങൾ, അതിൻ്റെ പരിശോധനകളെല്ലാം തുടർന്ന് വരികയാണ്. അപ്പോൾ വലിയ രീതിയിൽ തന്നെ മാറുന്ന ഒരു കേസായിട്ട് ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാറുന്നു. ഇതിൽ ആ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഇതിൽ യാതൊരു രീതിയിലുള്ള ഒരു സേവനവും നൽകാതെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത്. ഇതിൽ പണം പറ്റുക മാത്രമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ED തുടക്കത്തിൽ ഇതിൽ കള്ളപ്പണ ഇടപാടടക്കമുള്ള കാര്യങ്ങൾ സംശയിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് അവരുടെ അന്വേഷണത്തെ, അവരുടെ പ്രാഥമികമായ നിഗമനങ്ങളെ അടിവരയിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പമാണ് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധന. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധന വീണയുടെ ഭർത്താവ്, മുൻ മന്ത്രിയുമായ, ഇപ്പോൾ MLAയുമായ മുഹമ്മദ് റിയാസിലേക്ക് അടക്കമോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത്. ആ പരിശോധനയും രാഷ്ട്രീയപരമായി തന്നെയാണ് CPM കണ്ടത്. അതിൽ അത്തരം പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. റിയാസിൻ്റേതടക്കമുള്ള പ്രസ്താവനയും അതുമായി വന്നിരുന്നു. പക്ഷേ അതൊന്നും വെറുതെ ആയിരുന്നില്ല എന്നതുകൂടി തന്നെയാണ് EDയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കാരണം നിരവധി രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് അടക്കം നീങ്ങുന്നു. വൈകാതെ ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ പിടിച്ചെടുത്ത ഈ രേഖകളുടേതടക്കമുള്ള വിശദമായ രീതിയിലുള്ള പരിശോധനയും കാര്യങ്ങളുമെല്ലാം നടക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ പരിശോധനകളുണ്ട്, അത് കേന്ദ്രീകരിച്ച് നടന്ന ഇടങ്ങൾ, അവരെ കൂടി ഒരുപക്ഷെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതകളിലേക്ക് അടക്കമാണ് നീങ്ങുകയും ചെയ്യുന്നത്.
മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വീണ ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു ചോദ്യം ചെയ്യലെല്ലാം സാധ്യതകളുണ്ട്. അത് സ്വാഭാവികമാണ്, അത് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു മാസപ്പടി കേസിൽ നിന്ന് തുടങ്ങിയിട്ട് എത്തി നിൽക്കുന്ന വിഷയത്തിന്റെ ഗ്രാവിറ്റിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, എക്സാലോജിക് അല്ലാതെ വീണ ടിക്ക് മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഈ മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ തന്നെ എങ്ങനെയാണ് ഒന്നാമത്തെ സേവനം ചെയ്യാതെ തന്നെ ഇങ്ങനൊരു പണം കൈപ്പറ്റിയതായിട്ടുള്ള ഇഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡാനി പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ അടിവരയിടുന്ന സാഹചര്യം. മറ്റ് വരുമാന മാർഗ്ഗം ഇല്ലാതെ ഈ ഹവാല പണം ഉൾപ്പെടെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നെറ്റിലൂടെ കേട്ടു. കാരണം കഴിഞ്ഞ ദിവസം മുമ്പ് വരെ ഇത് വെറുമെന്ന് പറയുന്നില്ല, ഇതൊരു മാസപ്പടി കേസ് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇത് കൂടുതൽ വിഷയങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇതൊരു രാഷ്ട്രീയത്തിൽ നിന്നും മാറി, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്നും മാറി ഇത് കൂടുതൽ വഷളാവുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം ആവർത്തിക്കുന്നത്. കുരുക്ക് മുറുകുകയാണോ വീണയ്ക്ക്? ഇനി തുടർന്ന് അങ്ങോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? റിയാസ് ഉൾപ്പെടെ ഇതിനകത്ത് ഈ രീതിയിൽ പ്രത്യേകിച്ച് ഇഡിയുടെ വലയിൽ കുടുങ്ങാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് വേണമോ കണക്കാക്കാൻ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ വീണയ്ക്ക് എന്തിന് പണം കൊടുക്കുന്നു എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. കാരണം വീണയെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ വീണയ്ക്ക് എന്തിനാണ് പണം നൽകുന്നത് എന്നതാണ് ഈ കേസിൽ ഏറ്റവും ഗുരുതരമാകുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. കാരണം അതിനുത്തരം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയേക്കാം. കാരണം വീണയ്ക്ക് ഈ ചെയ്യാത്ത സേവനത്തിന് വീണയ്ക്ക് പണം നൽകുന്നുവെങ്കിൽ വീണ അത് ആർക്കു വേണ്ടി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വീണയ്ക്ക് അത് എന്തിന് കൊടുക്കുന്നു എന്നതാണ് പ്രധാനമായും തന്നെ ഉയരുന്ന ഒരു ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ രീതിയിലേക്ക് തെളിവുകൾ സമാഹരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി മാത്രമേ ഇഡി അതിന് ഉത്തരം പറയുകയുള്ളൂ എന്നത് സുവ്യക്തമാണ്. എന്തായാലും അത്തരം അന്വേഷണങ്ങൾ സ്വാഭാവികമായും തന്നെ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. അവിടെയാണ് CPM അടക്കം പ്രതിരോധത്തിലാകുകയും ചെയ്യുന്നത്. ഇതിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ ആരോപണം ഉയർന്ന സമയത്ത് ഇതിൽ പ്രതിപക്ഷമായിരുന്നു പ്രതിപക്ഷമായിരുന്നു വലിയ രീതിയിൽ തന്നെ ഇത് ഉയർത്തി പിടിച്ചത്. ഒപ്പം BJP ഉണ്ടായിരുന്നു രാഷ്ട്രീയപരമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ. കാരണം എന്തിന് ഈ പണം നൽകുന്നു, ഇത് ആർക്കു വേണ്ടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കാരണം നമുക്കറിയാം, വീണയുടെ പിതാവ് പിണറായി വിജയൻ 10 വർഷത്തോളം കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഈ എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുനിഴൽ വീണ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായൊരു കാലഘട്ടവും പരിശോധനകൾ നടക്കുന്ന ഒരിടവും ഈ 10 വർഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് പരിശോധിക്കും, ഇത് എന്താണ് ഇതിലുള്ളൊരു വളർച്ച ഉണ്ടായിരിക്കുന്നത്. കാരണം വീണയുടേത് ഒരു എക്സാലോജിക് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത, ആസ്തിയില്ലാത്ത ആ രീതിയിലുള്ള ഒരു കമ്പനിയായിരുന്നു. പിന്നീട് അതിനുണ്ടായിരുന്ന വളർച്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റു ഉപകമ്പനി എന്ന രീതിയിൽ മറ്റൊരു കമ്പനിയുടെ പേര് കൂടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയത്, ഇത് ആർക്കു വേണ്ടിയാണ് രൂപപ്പെടുത്തിയത്, ആർക്കു വേണ്ടി പണം വാങ്ങിക്കുന്നു എന്നതെല്ലാം തന്നെ വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ തന്നെയാണ്. അത് ഇനിയുള്ള ചോദ്യം ചെയ്യലടക്കം ഇത് വളരെ നിർണായകമാകും. കാരണം ഇത് ആരിലേക്കെല്ലാം തന്നെയാണ്, ആരെയൊക്കെ തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആർക്കു വേണ്ടി പണം വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ട് തന്നെ ഇനിയുള്ള സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ ഒരു വാർത്താക്കുറിപ്പിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വിശാലതയിലേക്ക് തന്നെയാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. കൃത്യമായും ഇതിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. വീണ എന്തിന് പണം വാങ്ങി എന്ന ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായിരുന്നു. വീണയുടേത് ഒരു കടലാസ് കമ്പനി പോലെ നിലനിൽക്കുന്ന കാര്യങ്ങളാകുമ്പോൾ എന്തിന് ഇത്രയ്ക്കധികം രൂപ അവരുടെ ഒരു ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ച്, എന്തിനാണ് വിദേശത്തേക്ക് പണം നടത്തിയത്, ആർക്ക് വേണ്ടി, എവിടേക്ക്, എന്തിന്? ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി വേണം. എന്തിന് മാത്രമായിട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് മാത്രമായി ഇത് ആർക്ക് വേണ്ടി, ഇത് എവിടേക്ക്, പേർപ്പസ്, ഇത് 3ഉം പ്രധാനമായിട്ടും ഇഡി അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുമുള്ള സേവനം കൈപ്പറ്റാതെ അല്ലെങ്കിൽ നടത്താതെ ഇങ്ങനൊരു പണം വാങ്ങുമ്പോൾ എന്തിന് ഈ പണം, 2 ഇത് എവിടേക്ക് ഈ പണം, 3 ഇത് ആർക്ക്, ഇത് എങ്ങോട്ടേക്കാണ് ഈ പണം പോയത്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളും വളരെ പ്രസക്തമായി നിൽക്കുക.
ഹരി, അത് തന്നെയാണ് ഈ സമയം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇത് ആർക്കു വേണ്ടിയാണ് ഈ പണം വാങ്ങിച്ചത് എന്നത് തന്നെയാണ് ഇതിൽ വളരെ പ്രസക്തമായ കാര്യം. കാരണം വീണ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സംരംഭകയല്ല. വീണ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളാണ്, സംരംഭകയാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാകുന്നത്. ഇതിൽ ഇവർക്ക് യാതൊരു രീതിയിലുള്ള ഇടപാടുകളും ഈ CMRലുമായിട്ട് ബന്ധമില്ല. വലിയ രീതിയിലുള്ളൊരു സേവനങ്ങൾ ഇവരുടെ കമ്പനി നൽകിയിട്ടില്ല. അതിനു മാത്രം വലിയൊരു സംരംഭകയല്ല. ഇത്രയും തുക കൈമാറ്റം ചെയ്യാൻ അതിനു മാത്രം ഒരു സേവനം നൽകിയിട്ടില്ല എങ്കിൽ ഇത് ആർക്കു വേണ്ടി നൽകി എന്നതാണ്. അതിൽ മറ്റേതെങ്കിലും ലക്ഷ്യമുണ്ടോ? വീണയുടെ പിതാവിനെ തന്നെയാണോ ഇതിൽ ലക്ഷ്യമിടാതെ? അതിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഉപകാരങ്ങൾ വാങ്ങിച്ച് പ്രത്യുപകാരമായി നൽകുന്നതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നിരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാണോ ഇവിടെ പൂരിപ്പിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി മാത്രമേ അത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ പോലും തന്നെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷം, ഈ BJP അടക്കമുള്ള കക്ഷികൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതും ആ രീതിയിൽ തന്നെയാണ്. അന്ന് ചെയ്തു കൊടുത്ത സേവനങ്ങളാണ് ഇതിന് നൽകുന്നതിൻ്റെ ഒരു പ്രതിഫലം എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോഴും തന്നെ അവർ ഉയർത്തുന്നുണ്ട്. ഇനിയും മുന്നോട്ട് പോയാൽ ഇതിൽ കുടുങ്ങുന്നത് ആരൊക്കെയാണ് എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇതിനൊരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെയും ഇതിനെ ഒരു പ്രതിരോധിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ CPM ഇന്നലെ മുതൽ തന്നെ വന്നിട്ടുണ്ട്. വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അന്വേഷണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തിറക്കുന്ന. അവരെ കഴിഞ്ഞ് കുറേയധികം നാളുകളായി നടത്തുന്ന അന്വേഷണം, തുടർച്ചയായി നടത്തുന്ന അന്വേഷണം, ചോദ്യം ചെയ്യൽ, അതിൻ്റെ ഒരു പരിസമാപ്തി എന്നൊന്നും ഇപ്പോഴും പറയാറായിട്ടില്ല. അന്വേഷണം തുടരുന്നു. അതിനിടയിലാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന. വിശദമായിട്ട് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്നത് പോലെ തന്നെ ഡാനി കൃത്യമായിട്ട് തന്നെയാണ് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. 3 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എന്തിന്, ആർക്ക് വേണ്ടി, എവിടേക്ക് എന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നതിൻ്റെ കൂട്ടത്തിലാണ് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടുന്ന രീതിയിലേക്ക് മാറിയത്. ഒരു മാസപ്പടി കേസിനേക്കാളുപരി ഇത് വലിയ രീതിയിലേക്ക് ഒരു ഹവാല ഇടപാട് ഉൾപ്പെടെ, വ്യാജ സിം കാർഡ് ഉൾപ്പെടെ പല രീതിയിൽ വീണ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലാണ് ഈ കേസിൻ്റെ വ്യാപ്തി നീളുന്നത് എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിട്ട് തന്നെ നീക്കുകയാണ്. മാസപ്പടി കേസിൽ ED പുറത്തുവിട്ട വിവരങ്ങൾ ഗുരുതരമെന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ MLAയും പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ സ്വാധീനം ദുരുപയോഗം ചെയ്തു. ഗൗരവ സ്വഭാവമുള്ളതാണ് റിപ്പോർട്ട്. ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ഇടത് സർക്കാരും CPM സൈബർ ഗുണ്ടകളും വേട്ടയാടിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം സൈബർ ഇടങ്ങളിൽ CPM ശക്തമായ ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിരോധം പോരാ, ഈ കോട്ട തകർക്കാൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? വീണ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കരുവാറ്റയിലെ കൗമാരക്കാർ പ്രതികളായ കൊലക്കേസിൽ തുടർ നടപടികൾ ശക്തമാക്കിയ അന്വേഷണ സംഘം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെയാണ് അപേക്ഷ നൽകിയത്. ഇത് ശനിയാഴ്ച പരിഗണിക്കും. 13-കാരിയെ വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിന് വിധേയമാക്കാനും കോടതിയുടെ അനുമതി തേടും. ലഹരി ഉപയോഗം ഉൾപ്പെടെ കുട്ടികൾക്കുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ്. ശരണ്യ സ്നേഹിതനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശരണ്യ, തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് നീക്കുക? ഹരി, കരുവാറ്റയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കസ്റ്റഡി അപേക്ഷയാണ് ജുവനൈൽ ജസ്റ്റിസ് കോടതി മുമ്പാകെ നൽകുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കുട്ടികൾ ലഹരി ഉപയോഗിച്ചത്, അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഉൾപ്പെടെ ഇവർ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇവരുടെ ഫോൺ മുഖാന്തരമുള്ള ചാറ്റിൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ 13-കാരെ ഉൾപ്പെടെ ഈ മദ്യത്തിന്റെ ഉപയോഗവും അതുപോലെ തന്നെ കഞ്ചാവിന്റെ ഉപയോഗമൊക്കെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക് ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ ഇനിയും കണ്ടെത്താറുണ്ട്. അതായത് പ്രാഥമികമായി പോലീസിന് ഉണ്ടായിരുന്ന അവരുടെ ടാർഗറ്റ് ഈ പ്രതികളെ കൊലപ്പെടുത്തിയതാരാ എന്നുള്ളതും പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വിശദമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം കേരളം ആകെ ഞെട്ടിയ ഒരു സംഭവമാണ്. 13-കാരിയായ
പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ അവരുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകം, ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നുള്ള, അതും ഉറ്റ ബന്ധുവായ ആളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയും പെൺകുട്ടിയും തമ്മിലൊരു വഴക്ക് നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വീട്ടിൽ നിന്ന് പണം എടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വഴക്കാണ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു മോഷണശ്രമം നേരത്തെ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. കൃത്യമായി, അതായത് പൂർവ്വധികൃതരോടൊക്കെ വിശദാംശങ്ങൾ തേടുമ്പോൾ ഈ കുട്ടി അന്തർമുഖിയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടി ഉന്നയിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് ഈ മുത്തച്ഛന്റെ ഭാഗത്തു നിന്ന് മോശം ഇടപെടൽ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വൈദ്യ പരിശോധന നടത്തണം, ഒപ്പത്തിന് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ കേസിൽ 16-17 വയസ്സുള്ള ആൺകുട്ടികളാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണ രീതിയിലുള്ള ഒരു കൊലപാതകമല്ല, മറിച്ച് മൃഗീയമായി ഉപദ്രവിച്ച ശേഷമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നേരത്തെ ഡൽഹിയിലെ കേസൊക്കെ പരിഗണിച്ച പോലെ ഈ കുറ്റകൃത്യങ്ങൾ അതിന്റെ ആഴം പരിശോധിച്ചുകൊണ്ട് ഇവരെ അഡൽസിനെ അല്ലെങ്കിൽ മുതിർന്നവരെ വിചാരണ ചെയ്യുന്നത് പോലെ വിചാരണ ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് അടക്കം പോലീസ് തയ്യാറാക്കുന്നുണ്ട്. ഈ ആൺകുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇവര് കൊല്ലം പരവൂർ സ്വദേശികളാണ്. അപ്പൊ അവിടെ തന്നെ ഇവർക്ക് ഒരു ഗ്യാങ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ മുതിർന്ന, അതായത് 19 വയസ്സുകാരനാണ് ഈ സ്വർണം കൊണ്ട് നൽകിയിട്ടുള്ളത്, വിൽക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ സംഘം ചേരലും അതിനെതിരെ ഉള്ള ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ കൊല്ലത്തു നിന്നുള്ള വാർത്തകളും എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു കേസാണ്. മനഃശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം തേടി വേണം ഈ കേസിൽ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. അത് ശനിയാഴ്ച പരിഗണിക്കും. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ അമ്മ ആശുപത്രി ചികിത്സയിലാണ്. അവർ എത്തിയ ശേഷം അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതായി, ചികിത്സ കഴിഞ്ഞ് എത്തിയ ശേഷം വിശദാംശങ്ങൾ കൂടുതലായി തേടേണ്ടതായി ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം പോലീസിന് ഇതുവരെ പൂർണ്ണമായ അതിലേക്ക് കടക്കാനായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടണം. അതിനോടൊപ്പം തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട കുട്ടി ഉന്നയിച്ച ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതായുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മുത്തച്ഛനെ കുറിച്ച് കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം അതിനകത്ത് ഈ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ആണോ ഇത് പറയുന്നതെന്നുള്ള നല്ല സംശയം പോലീസിനുണ്ട്. കാരണം അത്ര വിദഗ്ധമായാണ് ഓരോ കാര്യങ്ങളും ആ കുട്ടി അവിടെ പ്ലാൻ ചെയ്തിരുന്നത്, ആ വീട്ടിൽ കൊലപാതക ദിവസം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് അത്ര തന്ത്രപൂർവ്വം നിൽക്കുന്ന ഒരാളിൽ നിന്നും ഇനിയും ശാസ്ത്രീയമായ അടക്കം വിശദാംശങ്ങൾ തേടേണ്ടതായി പോലീസിനുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടത് ഇരിക്കുന്നു. എന്തായാലും നമുക്കറിയാം, 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കൗമാരക്കാരുടെ സംഘമായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൈം ചെയ്തത്. അതിലേക്ക് നയിച്ച സാഹചര്യം എന്ത് എന്നുള്ളത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആശങ്കകൾ പരിഹരിക്കുന്ന രീതിയിൽ അതിൽ വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത്തരം ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് ആലപ്പുഴയിലെ പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഈ സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന്റെ പ്രതികളിലേക്ക് എത്താനും അവരുടെ സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഇനിയുള്ള ആഴത്തുള്ള പരിശോധനകളാണ്. അതിനുവേണ്ടി ഇനി ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് കുട്ടികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ശരി, എന്തായാലും ഗുവാഹത്തിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളാണ് ശരണ്യ നൽകിയത്. എന്തായാലും കസ്റ്റഡിയിൽ ആൺകുട്ടികളെ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാലും ഇത് കേസ് കൂടുതൽ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് സംബന്ധിച്ചും പെൺകുട്ടിയുടെ മൊഴിയിൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് നീങ്ങാതെയും ഉൾപ്പെടെ അതിലും സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും പോലീസും എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അയൽവാസികളുമായി തന്നെ ഒരു ബന്ധവും പുലർത്താതെ നിന്നത് ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ഇതെങ്ങനെയാണ് നീങ്ങിയത്, പ്രത്യേകിച്ച് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രായത്തിനിടയിലുള്ള കുട്ടികൾ അതിവിദഗ്ധമായിട്ട് തന്നെ ഈ ഒരു കൊലപാതകം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് അവർ നീങ്ങിയത് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. അമ്പലമേട് വിശ്വാസവഞ്ചന കേസിൽ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടികൾ തൽക്കാലത്തേക്ക് തടയണമെന്നാവശ്യപ്പെട്ട അഗസ്റ്റിൻ സഹോദരങ്ങൾ. കേസിലെ പ്രതികളായ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലുള്ള വനം വകുപ്പിന്റെ കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിചാരണ നിർത്തിവെക്കണമെന്നാണ്
ആവശ്യം. ഡാനി, കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴിതാ മറ്റൊരു ആവശ്യത്തിലേക്ക് നീങ്ങുന്നു. വിശദാംശങ്ങൾ ഹരി, ഈ കേസിൽ കഴിഞ്ഞ തവണ ഇവർ 3 പേരും തന്നെ കോടതിയിൽ ഹാജരായിരുന്നു. കാരണം കോടതിയിൽ പലതവണ 2 തവണയോളം ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് പിന്നീട് ഇതിൽ ജാമ്യമില്ലാ വാറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നതും. തൊട്ടു പിന്നാലെ ആദ്യം 2 പേരും പിന്നീട് മറ്റൊരാൾ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് 3 പേരും തന്നെ ഹാജരാകുകയും കോടതിയിൽ നിന്ന് ഇതിൽ ജാമ്യം നേടുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ നടപടികൾ അനുസരിച്ചു ഇന്ന് കോടതിയിൽ അവർ വീണ്ടും ഹാജരാകേണ്ടതാണ്. ഇന്ന് അവർക്കെതിരായ കുറ്റം വായിച്ചു കേൾപ്പിക്കുക എന്നതടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്, കോടതിയുടെ നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഇവർ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കേസിൻ്റെ അടക്കമുള്ളൊരു സാഹചര്യം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയിലേക്കാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവർ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനുള്ള ഒരു സാധ്യത കുറവാണ് കാണുന്നത്. എന്തായാലും ഈ കേസ് നിലനിൽക്കുന്ന നേരത്തെ റദ്ദ് ചെയ്യണമെന്ന ആവശ്യമടക്കം കോടതിക്ക് മുന്നിലെത്തിയെങ്കിലും അത് കോടതി പരിഗണിച്ചിരുന്നില്ല. ഈ കേസ് എന്ന് പറയുന്നത് 2021 വയനാട് നിന്ന് ഈ വനംവകുപ്പിൻ്റെ അടക്കമുള്ള യാതൊരു രീതിയിലുള്ള അനുമതിയും ഇല്ലാതെ തന്നെ അവിടെ നിന്ന് മരം മുറിച്ച് കടത്തി എന്നതാണ് ഇവർക്കെതിരെ നിലനിൽക്കുന്ന കേസ്. അത് ഇവിടെ കരിമുകളിലുള്ള ഒരു തടി വ്യവസായിക്ക് അവിടേക്ക് മരം എത്തിക്കുകയും പിന്നീട് അദ്ദേഹമാണ് ഈ കേസ് നൽകുന്നത്. ഇപ്പോഴുള്ള കേസ് നൽകുന്നത് വിശ്വാസവഞ്ചനയ്ക്ക് അദ്ദേഹമാണ് നൽകുന്നത്. കാരണം തന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതിൽ നിന്ന് പണം വാങ്ങുകയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അത് നിയമവിരുദ്ധമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് മലബാർ ടിമ്പേഴ്സിൻ്റെ ഉടമ കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ തുടർ നടപടികളാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ അവിടെ ഹാജരാകാതിരുന്നു. പിന്നീടാണ് വാറണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ആ കേസ് അത് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് ചോറ്റാനിക്കര കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഹാജരാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹാജരാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് കണക്കാക്കുന്നത്. ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയെന്ന പരാതിയിൽ ADGP ശ്രീജിത്തിനെതിരായ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ നേരത്തെ നൽകിയ ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീജിത്തിനെതിരെ നൽകിയ പരാതിയിൽ പരാതിക്കാരന് പ്രത്യേകമായി വാദം കേട്ട് പുതിയ തീരുമാനം എടുക്കണമെന്നായിരുന്നു മുൻ ഉത്തരവ്. പരാതിക്കാരനെയും ശ്രീജിത്തിനെയും ഒരുമിച്ച് കേട്ട നടപടി സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശ്രീജിത്തിന് അനുകൂലമായി നൽകിയ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ ഹൈക്കോടതി പരാതി വീണ്ടും പരിഗണിക്കാനും നിർദ്ദേശിച്ചു. കുട്ടനാട് MLA റെജി ചെറിയാന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി ജേസപ്പൻ മത്തായിയാണ് ഹർജി സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതിൽ ക്രമക്കേടുണ്ടായെന്നും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ചില ക്രിമിനൽ കേസുകൾ വെളിപ്പെടുത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ ജൂലൈ റെജി ചെറിയാനോട് വിശദീകരണം തേടി കേസ് ഇന്ന് പരിഗണിക്കാൻ മാറ്റുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.
അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനീഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ 3 പേർ പിടിയിലായി. നെയ്യാറ്റിൻകര അവണാക്കുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺ ജിത്ത് എന്നിവരാണ് പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. അരുൺ മോഹനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, 4 പേർ സംഘം ചേർന്ന് ആക്രമിച്ചു, രാത്രിയൊട്ടാകെ തന്നെ മർദ്ദിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് വളരെ ഞെട്ടലോടുകൂടിയാണ്. ഇതിൽ 3 പേർ പിടിയിലായെന്ന് അറിയുമ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണോ? ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇവർക്കെതിരെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ ലഭിച്ചിരുന്നതാണ്. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന പോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം. ഭിന്നശേഷിക്കാരനായ നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവിനെ നെയ്യാറ്റിൻകരയിലെ ഒരു കളിക്കളത്തിൽ നിന്നാണ് ഈ പറയുന്ന 4-അംഗ സംഘം കടത്തിക്കൊണ്ടുപോകുന്നതും അവണാകുഴിയിലെ ഒരു വീട്ടിലെത്തിച്ച് മൃഗീയമായി മർദ്ദിക്കുകയും ഈ 21-കാരന്റെ മുഖത്തെയും തലയിലും ഉണ്ടായിരുന്ന മുടികൾ നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ക്രൂര വിനോദങ്ങൾ ചെയ്ത് മർദ്ദിച്ച് കെട്ടിയിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടെത്തിയ കുട്ടിയായിരുന്നു വീട്ടുകാരോട് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ പറയുന്ന പ്രതികളെ 3 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റംസി, ജിത്തു, അരുൺ ജിത്ത് എന്നീ 3 പേരാണ് പിടികൂടിയത്. ഇവരെല്ലാം അവണാകുഴി നെയ്യാറ്റിൻകര പ്രദേശത്തുള്ള ആൾക്കാരെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഇനി ഒരാളിനെ കൂടെ കിട്ടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഇവർക്ക് ഈ ക്രിമിനൽ പശ്ചാത്തലം കേസുകൾ സ്റ്റേഷനിലൊന്നും ഇല്ലെങ്കിലും പ്രദേശത്തേക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇന്ന് പുലർച്ചെയാണ് ഈ പറയുന്ന 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഹരി, ഇന്ന് പുലർച്ചെയാണ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അരുൺ, അപ്പോൾ മറ്റൊരാൾക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുകയാണോ? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ഒരാളുടെ പരാതി ഒരാളുടെ കൂടി കിട്ടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹരി, ശരി, ഒരാൾക്കും കൂടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതായിട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും വ്യക്തമാകുന്നത്. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.
ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങൾക്കിടെ സ്പോൺസർമാർ GST ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു ധനവകുപ്പ്. വീഴ്ചകൾ സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാകും അന്വേഷണം ഇഡിക്ക് കൈമാറുന്ന കാര്യത്തിൽ സർക്കാരിന്റെ അന്തിമ തീരുമാനമുണ്ടാകും. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മുഖ്യമന്ത്രി VD സതീശന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ അന്വേഷണം സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. GST വെട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിരുന്ന മന്ത്രിമാരിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ മുഴുവൻ മുൻ കായിക മന്ത്രി കൂടിയായ V. അബ്ദുറഹ്മാൻ നിഷേധിക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. എന്നാൽ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും അറിയാതെ ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് UDF സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലേക്ക് കൂടി അന്വേഷണം നീളും എന്ന സൂചനകളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരുമായി ഔദ്യോഗികമായ ഒരു കരാർ ഉണ്ടാക്കാതെ എങ്ങനെ AFIയുമായും ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി അവർക്ക് ആദ്യഘട്ട പണം കൈമാറാൻ കഴിഞ്ഞു, ആ പണത്തിന്റെ സ്രോതസ് എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ധനവകുപ്പ് പ്രത്യേകമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതിൽ സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ, ഇമെയിൽ സംവിധാനങ്ങൾ, അതോടൊപ്പം കായിക മന്ത്രിയുടെ ഓഫീസ് സംവിധാനങ്ങൾ ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടു ഈ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി എന്ന ഒരു കണ്ടെത്തൽ കൂടി റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഈ സ്വകാര്യ വ്യക്തിക്ക് അത്തരത്തിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ക്രമക്ക് വഴിവിട്ട സഹായം ചെയ്തു നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനധികൃതമായി ഇടപെടൽ നടത്തിയത് ആരാണ്, അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ധനവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നടത്തുന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അന്വേഷണം ഇനി തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതായത് നിലവിൽ ലഭിച്ചിരിക്കുന്നത് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് മാത്രമാണ്. ആ റിപ്പോർട്ടിനപ്പുറത്തേക്ക് വിശദമായി അന്വേഷണം നടത്തുന്നതിലൂടെ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഇതിൽ അന്വേഷണം നടത്തിയാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ സർക്കാർ നിർബന്ധിതമാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും പ്രാഥമികമായ അന്വേഷണം ഉടനടി പൂർത്തിയാക്കിക്കൊണ്ട് ഇതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേവലം ഒരു വകുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിവിധ വകുപ്പുകൾ ഒന്നിച്ച് ബഹുമുഖ അന്വേഷണം മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ മാനേജ്മെന്റിനും അവരുടെ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായ കാസർഗോഡ് എയിംസ് കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ച ജില്ലാ ഭരണകൂടം. പെരിയയിൽ 274 ഏക്കർ ഭൂമി അനുയോജ്യമാണെന്ന് വ്യക്തമാക്കി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംസ്ഥാന സർക്കാരിന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നിർദ്ദിഷ്ട ഭൂമിയുടെ റിസർവ്, ഡിജിറ്റൽ സ്കെച്ച്, ഡ്രോൺ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എന്നിവ പ്രപ്പോസലിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവരുന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ്. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, അങ്ങനെ ഒരു വലിയ നീക്കം ജില്ലാ കളക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു, റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആരോഗ്യ വകുപ്പ്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം ആരോഗ്യ മേഖല തന്നെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ജില്ലയാണ്. അവിടെ നിന്നുകൊണ്ടാണ് എയിംസിന്റെ ഈ ഒരു നീക്കം കൊണ്ടുവരാനുള്ള സാധ്യത. ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലേക്കൊക്കെ നീങ്ങുമെന്ന് കരുതിയിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ മധ്യഭാഗത്ത് എയിംസ് കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം ജില്ലാ കളക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റിപ്പോർട്ടിലുള്ള കൂടുതൽ വിശദാംശങ്ങളുണ്ടോ? ഹരി, തീർച്ചയായും ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയുള്ള ജില്ലയാണ് കാസർഗോഡ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് അതിർത്തി അടച്ചപ്പോൾ 13 ജീവനുകളാണ് പൊലിഞ്ഞത്. അതായത് മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളും ഇപ്പോഴും ഇല്ല. പേരിന് മാത്രം ഒരു മെഡിക്കൽ കോളേജ്. പ്രധാനമായും കർണാടകയാണ് കാസർഗോഡ് ജില്ലക്കാർ ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ മികച്ച ആരോഗ്യ മേഖലയ്ക്കായി
അതോടൊപ്പം കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിനെ, അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി, പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്ന സമയം, അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഈ തുടക്കത്തിൽ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കുമെന്നായിരുന്നു ഉയർന്നു വന്ന കാര്യം. പക്ഷേ പിന്നീട് അത് ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടും തൃശ്ശൂരും ആലപ്പുഴയും ഒക്കെ പേരുകൾ ഉയർന്നു വന്നു. കാസർഗോഡിനെ പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യമായിരുന്നു. വലിയ പ്രതിഷേധമാണ് കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേകിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വലിയ ആശ്വാസമായ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായ പദ്ധതി കാസർഗോട്ടേക്ക് വരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതായത് പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപമുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ഭൂമിയാണ്. ആ ഭൂമിയിൽ അനുയോജ്യമായ ഇടം എന്നാണ് ഇപ്പോൾ കലക്ടറുടെ ഈ ഒരു കണ്ടെത്തൽ, കലക്ടറുടെ പരിശോധനയിൽ കണ്ടെത്തൽ. 10 ദിവസമായി നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ അത്തരത്തിൽ വളരെ അനുയോജ്യമായ ഒരു പ്രദേശം, അതായത് കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അത്രത്തോളം അനുയോജ്യമായ ഒരു സ്ഥലം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് 200 ഏക്കറാണ് എയിംസ് സ്ഥാപിക്കാനായി കേന്ദ്രത്തിന്റെ മാനദണ്ഡം. അതോടൊപ്പം റോഡ്, റെയിൽ, വ്യോമയാന കണക്ടിവിറ്റി, അത് പ്രധാനമായും ഈ ഒരു പെരിയയിലുണ്ട്. കാരണം മംഗളൂരുവിലെ വിമാനത്താവളം, കണ്ണൂരിലെ വിമാനത്താവളം, അതോടൊപ്പം റെയിൽവേ അടുത്താണ് കാഞ്ഞങ്ങാട് റെയിൽവേ ട്രാക്ക് വരുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം ദേശീയ പാതയ്ക്ക് തൊട്ടരികിലാണ് ഈ സ്ഥലമുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലം. അത്തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്, സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. അത് ഈ ഒരു പ്രപ്പോസൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഇടപെടലിന്റെ ഫലമായി കൂടിയാണ് ഇങ്ങനെ കാസർഗോഡേക്ക് എയിംസ് പരിഗണിക്കാനുള്ള ഒരു കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം എയിംസ് കാസർഗോഡ് സ്ഥാപിക്കാത്തതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അനിശ്ചിതകാല സമരം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എയിംസ് ജനകീയ സമിതി തന്നെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് വളരെ സുപ്രധാനമായ നീക്കം ഇപ്പോൾ നടത്തുന്നത്. കാസർഗോഡ് എയിംസ് വരുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, എങ്ങനെയാണോ കേന്ദ്ര സർവകലാശാലയ്ക്ക് ഭൂമി ലഭ്യമാക്കിയത്, അതേ രീതിയിൽ എയിംസിലും ഇതേ സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് കലക്ടറുടെ ഈ ഒരു സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ആകാശദർശികൾ കാണാം. അത്രത്തോളം വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ്. അതോടൊപ്പം ഈ ജലലഭ്യത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. 3ാം ഘടവ് പദ്ധതി ഇതിന് സമീപത്തായി വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും കേന്ദ്ര മാനദണ്ഡങ്ങൾ, എയിംസ് സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഏത് രീതിയിൽ ഈ നടപടികൾ മുന്നോട്ട് പോകും? സംസ്ഥാനത്തെ 8 ജില്ലകളിലാണ് ഇത്തരത്തിൽ പ്രപ്പോസൽ പോയിട്ടുണ്ടെങ്കിലും വലിയ മുൻഗണന ഉള്ളത് കാസർഗോഡാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോഴുമില്ല. നമുക്ക് മംഗളൂരുവിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം. അത് മാറണമെങ്കിൽ എയിംസ് കാസർഗോഡ് ജില്ലയിൽ വരണമെന്നൊരു ആവശ്യം തന്നെയാണ് ജില്ലയിൽ നിന്നും ഉയരുന്നത്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്താണ് ഇപ്പോൾ വളരെ നിർണായകമായ ചുവടുവയ്പ് ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ സർവേ പൂർത്തിയായി. 10 ദിവസം നീണ്ട സർവേ, വിദഗ്ധരായ സംഘം ഉൾപ്പെട്ട ഒരു സർവേ. ഇതിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും ഇപ്പോൾ തയ്യാറായി. അത് സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നു. ഇനി ഇതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം കേന്ദ്ര സർക്കാരുമാണ്. കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ ഉയർന്നു കേൾക്കുന്ന ചോദ്യവും ഇപ്പോൾ. ഹരി, കാസർഗോഡിലേക്ക് എയിംസ് വരുമോ എന്നുള്ള നിർണായകമായ ചോദ്യത്തിന് കാത്തിരിക്കാം നമുക്ക്. കാരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്നത് സംബന്ധിച്ചായിരിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന സർവേയും പൂർത്തിയാക്കിയ ശേഷമാണ് വിശദമായ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്നതെന്നുള്ള എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പുറത്തുവിടുന്നത്. പല ജില്ലകളും ഇതിനു മുൻപും പരിഗണനയിലുണ്ടായിരുന്നു എയിംസുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോഴിതാ കാസർഗോഡ് നിന്നും പെരിയയിൽ ഇങ്ങനൊരു നീക്കം. 274 ഏക്കർ ഭൂമിയിൽ ജില്ലാ ഭരണകൂടം വിശദമായ റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. KV ബൈജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. 2027 നടക്കാൻ പോകുന്ന മഹാമാഘത്തിൽ തിരുനാവായയിൽ 80 ലക്ഷത്തിലധികം പേര് പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ എന്ന് മഹാമണ്ഡലേശ്വരർ ആനന്ദവനം ഭാരതി മഹാരാജ് ന്യൂസ് 18നോട്. സർക്കാർ ഇത് ഗൗരവത്തിൽ കാണണം. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ തുടങ്ങണം. ഭരണം മാറിയതിന്റെ പ്രതിഫലനം ഇക്കാര്യങ്ങളിൽ ഒക്കെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. 2027 മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെ 51 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാകും മഹാമാഘമെന്നാണ് അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞത്. 2027 മഹാമാഘമഹോത്സവത്തിൻ്റെ ആദ്യ സംഘാടക യോഗം തിരുനാവായിൽ ചേർന്നു. സ്വാമി ആനന്ദവനം ഭാരതിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ തവണത്തെ മഹാമാഘം ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. അതിൽ നിന്ന് മുൻനിർത്തി അടുത്ത വർഷത്തേക്ക് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലുള്ളത്?
കഴിഞ്ഞ വർഷത്തെ മാഘം നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിപുലമായ ഒരു അനുഭവമായിരുന്നു. അപ്പം അതിൽ നമ്മൾ അഭിമുഖീകരിച്ചൊരു വലിയ ബുദ്ധിമുട്ട് അത്ര വിപുലമായിട്ടുള്ള ഒരു ധർമ്മജാഗരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സംഘാടകപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. സ്ഥലത്തിൻ്റെ പരിമിതി, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളെല്ലാം കാരണം ഈ വർഷം അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഭംഗിയായി മാഘം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും അതിന് കൃത്യമായിട്ടുള്ളൊരു സംഘാടന സംവിധാനവും അതിനൊരു ക്രമപ്പെടുത്തലുമൊക്കെ ഒരിക്കലും പൂർണ്ണമായിട്ടും ഭംഗിയാക്കാൻ കഴിയില്ല. കാരണം ഇത് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടി വരികയുള്ളൂ. നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു കാര്യമല്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് മുൻകൂട്ടി ഇതിൻ്റെ വ്യവസ്ഥകൾ മുഴുവൻ ക്രമീകരിക്കുക എന്നുള്ളതിനാണ് ഇത്തവണ പ്രാമുഖ്യം കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹകരണം ഉണ്ടായത് വലിയ തോതിൽ തന്നെ ബാധിച്ചെന്ന് അങ്ങ് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ സർക്കാരുകൾ മാറി തമിഴ്നാട്ടിലും കേരളത്തിലും. അതൊക്കെ ഇത്തവണ അനുകൂലമായൊരു സാഹചര്യം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, ശരിക്കും അങ്ങനെ ആ രീതിയിൽ സർക്കാരുകൾ കാണേണ്ടതുമാണ്. കാരണം ഈ പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് ഒരു വലിയ സഹായകരമാകുന്ന ഒന്നാണ് ഇത്രയും വരുന്ന വലിയ രീതിയിലുള്ള ആളുകളുടെ പങ്കാളിത്തവും ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇപ്പോൾ പ്രയാഗ്രാജിലെ മാത്രം ഉദാഹരണം എടുത്താൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, ആവർത്തിക്കുന്നതേ ഉള്ളൂ. സർക്കാരിന് 6000 രൂപ മുടക്കിൽ നേരിട്ട് 30,000 കോടി രൂപയുടെ വരുമാനവും ഇൻഡയറക്റ്റായിട്ട് 2 ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്ന ഒന്നായിരുന്നു. 30 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിച്ച ഒന്നായിരുന്നു പ്രയാഗ്രാജിലെ മഹാകുംഭമേള. അപ്പം അതുപോലെ ഇവിടെയും വലിയ രീതിയിലുള്ള വികസനത്തിനും വലിയ രീതിയിലുള്ള സാമ്പത്തിക വിനിമയത്തിനും ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്താനും ഒരുപാട് തൊഴിലവസരം സൃഷ്ടിക്കാനും ഒക്കെ ഇത് സഹായിക്കും. ആ രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തവും ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഇതിലുണ്ടാവണം എന്നാണ്. കാര്യങ്ങൾ ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ആവശ്യപ്പെടും. അതേപോലെ തന്നെ സുരക്ഷ വലിയൊരു വിഷയമാണ്. കാരണം കഴിഞ്ഞ തവണത്തെക്കാട്ടിലും അധികം ആളുകൾ എത്തുന്നു. അങ്ങ് തന്നെ നേരത്തെ ആ സ്വാഗത പ്രഭാഷണത്തിൽ ചില ആശങ്കകളൊക്കെ പങ്കുവച്ചിരുന്നു. അങ്ങനെ ഒരു അടിസ്ഥാനം ഉണ്ടോ അത്തരം ആശങ്കകൾക്കൊക്കെ? കഴിഞ്ഞ തവണ മാഘത്തിൻ്റെ സമയത്താണ് മലപ്പുറത്ത് നിന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചത്. അപ്പം അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നതിൽ അതിൽ മാഘത്തെ അപകടപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൊരു ധർമ്മജാഗരണം നടക്കുമ്പോൾ അധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതൊരു മുൻകരുതലായിട്ട് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് കൂടിയാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതെല്ലാ തരത്തിലുമുള്ള സർക്കാർ സംവിധാനങ്ങളുടെ സുരക്ഷ ഇത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളതും നമ്മൾ അതിൻ്റെ അധികൃതരുമായിട്ട് സംസാരിക്കും. 2028 പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നമുക്ക് സൂചിപ്പിച്ചു. അടുത്ത വർഷം 2027 എന്തൊക്കെ കാര്യങ്ങളാണ്, എത്ര ദിവസമാണ്, എങ്ങനെയാണ് അതിൻ്റെ വിഷയം? 2027 നമ്മൾ ഈ മാഘം എന്ന് പറയുന്നത് മാഘമാസമാണ്. ആ മാസം 2 തരത്തിൽ ആളുകൾ പരമ്പരാഗതമായിട്ട് 2 തരത്തിൽ കണക്കാക്കും. അമാവാസിയിൽ അവസാനിക്കുന്ന, അമാവാസി തുടങ്ങി അവസാനിക്കുന്ന രീതിയിലും പൗർണമിയിൽ തുടങ്ങി പൗർണമി അവസാനിക്കുന്ന രീതിയിലും. ഇത് രണ്ടും ചേർന്നുകൊണ്ടാണ് പ്രയാഗ്രാജിലൊക്കെ എല്ലാ വർഷവും മാഘമേളകൾ നടക്കുന്നത്. 28 ദിവസമാണ് ഒരു മാസം. പക്ഷേ ഈ അമാവാസിയും പൗർണമിയും അവസാനിക്കുന്ന 2 കൂടി വരുന്നതുകൊണ്ട് ഒരു 45 ദിവസത്തിലേക്ക് അത് കടക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ മാഘമാസത്തിൽ പൂർണ്ണമായിട്ടുള്ള മാഘാചരണം ഉണ്ടാവും. ഒപ്പം തന്നെ മകരസംക്രാന്തി ദിനത്തിൽ ആരംഭിച്ച് ശിവരാത്രിയിൽ പൂർത്തിയാകുന്ന തരത്തിലുള്ള കാര്യക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരു 50 ദിവസത്തോളമാണ് അത്. കൃത്യം ഡേറ്റ് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജനുവരി 14, 15 തീയതികളിലാണ് മകരസംക്രമം വരിക. മാർച്ച് ആദ്യമാണ് ശിവരാത്രി വരിക. ഗംഗാരതി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മറ്റുള്ള എല്ലാ ആശ്രമങ്ങളുടെയും ശിബിരങ്ങൾ, ആ ആശ്രമങ്ങളുടേതായിട്ടുള്ള കാര്യക്രമങ്ങൾ, പ്രത്യേക തരത്തിലുള്ള ഓരോ പരമ്പരകളുടെയും അനുഷ്ഠാന കലകൾ, വൈജ്ഞാനികമായിട്ടുള്ള സെമിനാറുകൾ, കലാ അവതരണങ്ങൾ, അങ്ങനെ പൗരാണികമായിട്ടുള്ള കാലത്ത് എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ മാഘത്തിൽ നടക്കുകയുണ്ടായി. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ തന്നെ ഇത്തവണ അത് കുറച്ചുകൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്തും ആ പങ്കാളിത്തമൊക്കെ ഉറപ്പുവരുത്തിയും സംഘടിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ശൂന്യതയിൽ നിന്നാണ് കഴിഞ്ഞ നമ്മൾ ഇത്രയും എത്തിയത്. അപ്പോൾ ഇത്തവണയ്ക്ക് ഒരുപാട് ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? ആത്മവിശ്വാസത്തെക്കാൾ ഉപരി നമ്മൾ ആ ഒരു ഉത്തരവാദിത്വത്തിനോടുള്ളൊരു ഗൗരവമാണ്. കാരണം അത് കഴിഞ്ഞ തവണ ആ ഒരു വിജയം നമ്മളിൽ ഏൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഗൗരവമാണ് നമുക്ക് മുമ്പിലുള്ളത്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയതായിട്ട് തോന്നുന്നു, സ്വീകാര്യത ഉണ്ടായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ജനസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി എന്നുള്ളത് മാത്രമല്ല, നമ്മളതിന് ശേഷം കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പല പരിപാടികളിലായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ആത്മവിശ്വാസം, അതായത് ഇപ്പോൾ മാഘവുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളതല്ല, നമ്മൾ ശ്രമിച്ചാൽ
നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം, അത് ബിസിനസ്സുകാരായിക്കോട്ടെ, സാമൂഹിക പ്രവർത്തകരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളുകൾക്കും, വിദ്യാർത്ഥികൾക്ക് പോലും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായി ഇത് കാരണം എന്നുള്ളതാണ്. 4 മാസം മുമ്പേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും എന്താണ് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും ഒക്കെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും ഇതിനു വേണ്ടിയിട്ടുള്ള സംഘാടനത്തിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അവിടെയും അവിടെ നിന്നുള്ള ആളുകൾ വരാനും അവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ മാഘത്തിൻ്റെ സന്ദേശം പ്രസരിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി 40 ലക്ഷത്തോളം എന്നാണ് കണക്കേട്ട്. ഇത്തവണ എത്ര പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നത് പോലുമില്ല. അപ്പം അതുപോലെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ എങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും ആളുകൾ ഉണ്ടാകും. അതെ. പക്ഷേ ഏതാണ്ട് കഴിഞ്ഞ തവണത്തേലും ഇരട്ടിലധികം ആളുകൾ എത്തുമ്പോൾ അത്രയും സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. എന്നാണെങ്കിലും ജനുവരിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി മാഘം നടക്കുമെന്ന് അദ്ദേഹം ഉറപ്പു പറയുന്നു. CV അനുമോദ്, ന്യൂസ് 18. ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. IFS ഉദ്യോഗസ്ഥരായ T. ഉമ, ഭർത്താവ് R. കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. മർദ്ദനത്തിനിരയായ അജി ബ്രൈറ്റിന്റെ പരാതിയിലാണ് നടപടി. ഡാൻ, വിശദാംശം. സർക്കാർ പ്രോസിക്യൂഷന്റെ അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഈ ഇടമലയാർ കസ്റ്റഡി മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അന്വേഷണം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അതും നിരാകരിച്ചിരുന്നു. 2015 അജി ബ്രൈറ്റിന് ക്രൂരമായ കസ്റ്റഡി മർദ്ദനമുണ്ടായത് ഇടമലയാർ ആനവേട്ട ഇടപാടുമായി ബന്ധപ്പെട്ട്. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അജി ബ്രൈറ്റ് തന്നെ പരാതിയുമായി മുമ്പോട്ട് പോവുകയും ആ പരാതിക്കൊടുവിൽ 8 വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ, അതിൽ ഈ IFS ദമ്പതികളായ ഉമയും അതോടൊപ്പം ഭർത്താവ് കമലഹാറും ഉന്നത വാങ്ങിക്കുന്നതിന് മാത്രമല്ല ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്ത് എത്തുന്നത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന് ഇത് ആഹ്ലാദ നിമിഷം. സംഘത്തിന്റെ കൂട്ടായ്മയിൽ രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഒരേക്കർ സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്നത് മനോഹരമായ ചെണ്ടുമല്ലി പൂപ്പാടം. കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിച്ച് സംഘം പ്രവർത്തകർ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചിരിക്കുന്നത്. 1700ഓളം ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ പൂക്കർഷകരായ കരിന്തളം ജോസഫിൽ നിന്നുമാണ് സംഘം പ്രവർത്തകർ ശേഖരിച്ചത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിലെ 11 അംഗങ്ങളാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം നിർവഹിച്ചു. ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രത്യേകിച്ച് കേരളം വലിയ നിലയിലേക്കുള്ള നിലയിൽ ഈ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ വിളവെടുപ്പ് നടത്താൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കൃഷിയിൽ നിന്ന് ഏകദേശം 7 ക്വിന്റലോളം വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പ് ദിവസം തന്നെ നിരവധി ആവശ്യക്കാർ പൂക്കൾക്കായി എത്തിയത് ആത്മവിശ്വാസം പകരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 മാസമായി ഈ ഒരു കൃഷിയുടെ പിറകിലാണ് നമ്മുടെ 11 പേരടങ്ങുന്ന നമ്മുടെ മുഴുവൻ മെമ്പർമാരും. അപ്പോൾ കഴിഞ്ഞ ജൂൺ ആദ്യമാണ് നമ്മൾ ഈ ഒരു കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ തൈ മുമ്പ് കൃഷി ചെയ്ത ആളുകളിൽ നിന്ന് തൈ വാങ്ങിച്ചുകൊണ്ട് 1500ഓളം തൈയാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വിളവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഈ ഒരു കൃഷി തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചെണ്ടുമല്ലി കൃഷി. ഇതൊന്ന് കേരളത്തിൽ ഏറ്റവും അനുയോജ്യമായൊരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല. കാരണം പ്രത്യേകിച്ച് ചെണ്ടുമല്ലിക്ക് ഈ ലാറ്ററൈറ്റ് മണ്ണ് വളരെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. 2020 മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായിട്ട് ചെയ്തു വരുന്ന ചെണ്ടുമല്ലി കൃഷി ഇത് വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ ഏകദേശം വിളവെടുപ്പിന്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ ക്രോപ്പ് എല്ലാവർക്കും പിന്തുടരാവുന്ന രീതിയാണ്. പൂക്കൾ വാങ്ങിക്കുന്നതിന് മാത്രമല്ല ഭംഗി ആസ്വദിക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമായി നിരവധി പേരാണ് പൂപ്പാടത്തെത്തുന്നത്. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും ഒപ്പം വർണ്ണശലഭങ്ങളുടെ സഞ്ചാരവും പൂപ്പാടത്തെത്തുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായി മാറുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നമ്മൾ ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് നീങ്ങുകയാണ്.
കൊല്ലം ഓയൂർ സ്വദേശികളായ അജ്മൽ ഫാത്തിമ ദമ്പതികളുടെ മകൻ ഐസം തനീസിന്റെ 2ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിക്കുന്നത് ലായിഖ് ലാഹിസ് എന്നിവരാണ്. ഹാപ്പി ബർത്ത്ഡേ ഐസം. പ്രധാനപ്പെട്ട പല വാർത്തകളും ഇനി വരാൻ പോവുകയാണ്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.